ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 20, വിശുദ്ധ കത്ബറ്റിൻ്റെ തിരുനാൾ. സ്കോട്ട്ലൻഡിൽ മെൽറോസ് എന്ന സ്ഥലത്ത് ജനിച്ച കത്ബറ്റ് ഒരു രാത്രി ആടുകളെ കാത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ വിശുദ്ധ ഐഡാന്റെ ആത്മാവ് മാലാഖമാരുടെ അകമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്ന ദർശനം യുവാവായ കത്ബറ്റിന് ഉണ്ടായി. ഈ ദർശനം കത്ബറ്റിനെ മെൽറോസ് ആശ്രമത്തിൽ ചേരാനിടയാക്കി. ആശ്രമ ശ്രേഷ്ഠന്റെ കീഴിൽ കത്ബറ്റ് വിശുദ്ധ ഗ്രന്ഥം പഠിച്ച് തീക്ഷ്ണമായ ഒരു ജീവിതം നയിച്ചു. ഗുരു മരിച്ച ശേഷം കത്ബറ്റ് ആശ്രമശ്രേഷ്ഠനായി. അവിടെ ഉണ്ടായിരുന്ന അന്ധവിശ്വാസം നീക്കാൻ അശ്രാന്തം പരിശ്രമിച്ചു. പിന്നീട് ലിൻഡിസുഫാൻ ആശ്രമത്തിൽ സ്ഥലം മാറിപ്പോയപ്പോഴും അവിടെയും അന്ധവിശ്വാസത്തിനായി സമരം ചെയ്തു. കൂടുതൽ ഏകാന്തത അന്വേഷിച്ച് അവിടം വിട്ട് ഫാൻ ദ്വീപിലേക്ക് പോയി. സ്വയം അധ്വാനിച്ച് ജീവിച്ചു. തൻ്റെ കൊച്ചുമുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു കൊച്ചു കിളിവാതിലിൽ കൂടി ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകിയും ദൈവസ്തുതികൾ പാടിയും ധ്യാനിച്ചുമാണ് ഫാദർ കത്ബറ്റ് ജീവിച്ചിരുന്നത്. ടിഫോർഡിലെ വിശുദ്ധ തെയോഡോറിൽ ചേർന്ന മെത്രാന്മാരുടെ സൂനകദോസ് ഫാദർ കത്ബറ്റിനെ മെത്രാനായി 685 അഭിഷേകം ചെയ്തു. പുതിയ സ്ഥാനം ലഭിച്ചപ്പോഴും തപോനിഷ്ഠയ്ക്ക് ഒരു കുറവും വരുത്തിയില്ല. 2 കൊല്ലക്കാലം അവിടെ സേവനം ചെയ്തു. ദൈവത്തിന്റെ ബഹുമാനത്തിനായി വിനിയോഗിക്കാത്ത സമയം പാഴായി കണക്കാക്കിയ കത്ബറ്റ് ഫാൻ ദ്വീപിലേക്ക് പോയി. അവിടെ വച്ച് മരിച്ചു. ദിവ്യ തേജസാൽ മുഖം ജ്വലിച്ച വിശുദ്ധ കത്ബറ്റെ, ഞങ്ങളെയും ദിവ്യപ്രകാശത്തിൽ ജ്വലിപ്പിക്കണേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.